തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഡിസംബർ 2 മാറ്റിയത് ഒരർത്ഥത്തിൽ SIR നിർത്തിവെക്കണമെന്ന ആവശ്യത്തിന് തിരിച്ചടിയാണ്. അതോടൊപ്പം ഡിസംബർ 2 കേസ് പരിഗണിച്ചാലും കാര്യമായ പ്രയോജനം ലഭിക്കില്ല എന്ന വിലയിരുത്തലുണ്ട്. കാരണം എന്യൂമറേഷൻ പ്രക്രിയ ഡിസംബർ 4 അവസാനിക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രയോജനം ലഭിക്കുന്നതിനാണ് ഹർജി പരിഗണിക്കുന്നത് നീട്ടിവെച്ചിട്ടുള്ളത് എന്ന് കരുതാം. ഒപ്പം SIR നടപടിക്ക് സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിവരശേഖരണ നടപടികൾ മുൻ തീരുമാനപ്രകാരം ഡിസംബർ 4 തന്നെ തീർക്കേണ്ടിയും വരും. എന്യൂമറേഷൻ ഫോമുകൾ ഇതിനകം പൂരിപ്പിച്ചു നൽകാത്തവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യവും ഉണ്ടാകും. ചുരുക്കത്തിൽ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെച്ചത് തന്നെ കേരളത്തിന് പ്രതികൂല വിധിക്കും തിരിച്ചടിക്കും സമാനമാണ്. കേരള സർക്കാർ മുന്നോട്ട് വെച്ച ആശങ്കകൾ ഒരു തരത്തിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് കേസ് മാറ്റിയതിലൂടെ സുപ്രീം കോടതിയിൽ സംഭവിച്ചതിന്റെ രത്നച്ചുരുക്കം. ഇതിലൂടെ കമ്മീഷന് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ കൂടുതൽ സാവകാശവും കിട്ടും. ഇനി കേസ് പരിഗണിക്കുന്നത് ഡിസംബർ 2 എന്നിരിക്കെ അതിനു മുന്നോടിയായി എന്യൂമറേഷൻ നടപടികൾ ഏറെക്കുറെ പൂർത്തിയാകുകയും ചെയ്യും. ഇക്കാര്യം കോടതിയിൽ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാവകാശം കിട്ടുകയാണ്. അതായത് SIR നടപടികൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് കണക്കുകൾ നിരത്തി വാദിക്കാൻ കമ്മീഷന് സാവകാശം നൽകുന്നതാണ് ഇപ്പോഴത്തെ സമയക്രമം. അതോടൊപ്പം ഡിസംബർ 4 വരെ സമയമുണ്ടെങ്കിലും നവംബർ അവസാനത്തോടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കാൻ BLOമാർക്ക് കടുത്ത സമ്മർദ്ദവും വരും. അതേസമയം മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുക്കുന്നുണ്ട്. എന്യൂമറേഷൻ ഫോം ഇനിയും പൂരിപ്പിച്ചു നൽകാത്തവർ താമസം വിന അത് പൂരിപ്പിച്ചു നൽകാൻ സമ്മർദ്ദമേറുകയാണ്. ഡിസംബർ 2 കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭ്യമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നവംബർ അവസാനിക്കും മുൻപ് ഫോമുകൾ നൽകാത്തവർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി ഫോമുകൾ പൂരിപ്പിച്ച് BLOമാരെ തിരിച്ചേൽപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുവരെ ഫോം ലഭിക്കാത്തവർക്ക് തന്റെ പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഓൺലൈനായും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാനാകും. അതിനൊപ്പം തന്നെ നിലവിൽ ഫോം BLOമാരെ പൂരിപ്പിച്ച് ഏൽപ്പിച്ചവർ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതും ഉത്തമമാകും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. എന്യൂമറേഷൻ നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമം ഡിജിറ്റൈസേഷനാണ്. ഫോം തിരികെ വാങ്ങലിനപ്പുറം ഡിജിറ്റൈസേഷനാണ് കമ്മീഷൻ മുഖ്യ പരിഗണന നൽകുന്നത്. ഫോം വിതരണം സംബന്ധിച്ച് പ്രതിദിനം കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്ന കമ്മീഷൻ പക്ഷേ ഫോം തിരികെ എത്തിയ കണക്കുകൾ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയാണ് കമ്മീഷൻ. ഇത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാനും ദിവസങ്ങളായി ഡിജിറ്റൈസേഷന്റെ കണക്കുകളാണ് പ്രസിദ്ധപ്പെടുത്തുന്നതും. കോടതിയിൽ കൃത്യമായ കണക്ക് സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടി ഈ തീരുമാനത്തിൽ ഉണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായതിനാൽ SIR ബുദ്ധിമുട്ടുണ്ടാക്കും എന്നും അതിനാൽ നടപടി നിർത്തിവെക്കണം എന്നുമായിരുന്നു സർക്കാരിന്റെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR എന്തെങ്കിലും പ്രതിബന്ധമുണ്ടാക്കുന്നുവെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് കേന്ദ്ര കമ്മീഷന്റെ മറുവാദം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും SIR പ്രവർത്തനങ്ങൾക്കായി വളരെ കുറച്ച് BLOമാരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും കമ്മീഷൻ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 9, 11 തീയതികളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നായിരുന്നു CPM അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് എങ്കിൽ ഡിസംബർ 2 തീരുമാനം പറയാമെന്നാണ് കോടതി ഹർജിക്കാരെ അറിയിച്ചത്. അപ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തുകയും ചെയ്തു. ഡിസംബർ 1 തൽസ്ഥിതി സംബന്ധിച്ച വിവരം അറിയിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂവെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞുവെങ്കിലും കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമല്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും അടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. ഡിസംബർ 4 വിവരശേഖരണം പൂർത്തിയാക്കി ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തുവിടുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഡിസംബർ 2 കോടതി കേസ് പരിഗണിക്കുമ്പോഴേക്കും കേരളത്തിൽ SIR നടപടികൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ടാകും. പിന്നീട് മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് കേരളത്തിന് പ്രതീക്ഷിക്കാനുമാകില്ല. പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ വളരെ ലളിതമായ 6 നടപടികളിലൂടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനാകും. അതിന്റെ നടപടികൾ വിശദീകരിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് ഒരിക്കൽ കൂടി വിശദീകരിച്ചു തരാം.
ആദ്യമായി ചെയ്യേണ്ടത് voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറുക. ഈ ലിങ്കിൽ കയറിയാൽ ചെന്നെത്തുന്നത് കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിലായിരിക്കും. പേജിൽ എന്യൂമറേഷൻ ഫോമിന്റെ പേജിലേക്കുള്ള ലിങ്ക് കാണും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള പേജ് തുറന്നു വരും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ എന്യൂമറേഷൻ ഫിൽ എന്ന പേജിലേക്ക് കയറാൻ സാധിക്കും. ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വോട്ടറാണ് എങ്കിൽ രജിസ്ട്രേഷനും എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫിൽ എന്യൂമറേഷൻ എന്ന ലിങ്കിൽ കയറി ലോഗിൻ പേജിലേക്ക് എത്തുമ്പോൾ തന്നെ അതേ പേജിൽ ലോഗിൻ എന്നതിനൊപ്പം സൈനപ്പ് എന്ന മറ്റൊരു ഓപ്ഷൻ ലഭിക്കും. പുതിയ ഉപയോക്താക്കൾ സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID-യും അത്യാവശ്യമാണ്. സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നതോടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID-യും ഒപ്പം ക്യാപ്ചയും നൽകാൻ ആവശ്യപ്പെടും. ഇവ നൽകുന്നതോടെ പേര് നൽകി OTP റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ OTP കൂടി നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിലേക്ക് തന്നെ മടങ്ങുക. ഇവിടെ മൊബൈൽ നമ്പരും OTP നൽകി ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനും എപിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും ദൃശ്യമാകും. ഈ ബോക്സിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിലുള്ള എപിക് നമ്പർ നൽകി ഫോം സെർച്ച് ചെയ്യണം. ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കപ്പെടും. ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല. പകരം ഒരു പുതിയ ഹോം പേജ് തുറന്നു വന്നേക്കാം. ഇനി അതല്ല, ഒരുപക്ഷെ BLO ഫോം സമർപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് BLO SIR ഫോം തന്നിട്ടില്ല എങ്കിൽ ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതോടൊപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പം സങ്കീർണവുമാണ്. ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടർ ID-യിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ ID-യും മൊബൈൽ നമ്പരും ബന്ധിപ്പിക്കണം. voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 ടു ഗെറ്റ് എപിക് വിത്ത് അപ്ഡേറ്റഡ് ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏത് വോട്ടർ ID-യുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുത്ത് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ അത് പൂർത്തിയാകും. വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. എപിക് 2025-ലുള്ള പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെയും പേരും കൃത്യമായി ഒരുപോലെയായിരിക്കണം. ഫോം സൈൻ വഴി മാത്രമേ സമർപ്പിക്കാനാകൂ എന്നത് ശ്രദ്ധിക്കണം. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമില്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം ആ ഫോട്ടോ മാറ്റിപ്പതിച്ചാൽ മതി. ഇനി ഇതിനെല്ലാം പുറമെ വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർക്കാത്തവരും പ്രവാസികളും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫോം 6ഉം ഫോം 6A-യുമാണ് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ഇതിൻ്റെ ലാസ്റ്റ് ആ വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. SIR-ന്റെ ഒന്നാം ഘട്ടമായ വിവരശേഖരണം അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഫോം 6 എന്നും അത് എങ്ങനെ പൂരിപ്പിക്കുമെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നാട്ടിലില്ലാത്ത പ്രവാസി വോട്ടർമാർക്ക് ഫോം 6A ഉപയോഗിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം 6 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ SIR നടപടികൾ പുരോഗമിക്കുകയാണ്. 2002-ലും 2025-ലും വോട്ടില്ലാത്തവർക്ക് SIR-ന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ അവസരമുണ്ടാകും. ഒപ്പം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് പുതിയ മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റാൻ ഉള്ളവർക്കും ഫോം 6 ഉപയോഗിക്കാം. പേര്, വയസ്സ്, ലിംഗം, ജനനതീയതി, വിലാസം എന്നിവയെല്ലാമാണ് ഫോം 6-ൽ രേഖപ്പെടുത്തേണ്ടത്. ഇവ തെളിയിക്കുന്നതിനായുള്ള
രേഖകളും ഹാജരാക്കണം. ഫോം 6 ഉപയോഗിക്കുന്ന ഏതൊരു വോട്ടറും അതാത് മണ്ഡലത്തിന്റെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. മണ്ഡലത്തിന്റെ പേരും നമ്പരും കൃത്യമായി എഴുതിയിരിക്കണം. മണ്ഡലത്തിന്റെ പേരോ നമ്പരോ രേഖപ്പെടുത്താത്ത ഫോം തള്ളപ്പെടുകയും ചെയ്യും. ഇതറിയാത്ത വോട്ടറാണ് എങ്കിൽ ഫോം സമർപ്പിക്കുന്ന സമയം EROയുടെ സഹായം തേടണം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഫോം ഫിൽ ചെയ്യാം. ഭാഷ ഏതായിരിക്കണമെന്ന് നിർബന്ധമില്ല. ജോലി സ്ഥലത്തേക്ക് വോട്ട് മാറ്റാൻ അപേക്ഷിക്കുന്നവർ മുൻപ് ഒരു സർവീസ് ഇലക്ടറൽ റോളിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും പുതിയ ഫോട്ടോ പതിപ്പിക്കുന്നതാണ് പിന്നീടുള്ള നടപടി. എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും മുകളിൽ മണ്ഡലത്തിന്റെ പേരും നമ്പരുമാണ്. വോട്ടറുടെ പേര് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും പേരെഴുതണം. കാരണം ഒരു ഭാഷയിൽ മാത്രം പേരെഴുതിയാൽ സിസ്റ്റം ഈ പേര് തർജ്ജമ ചെയ്യുകയും അത് അക്ഷരത്തെറ്റിന് ഇടയാക്കുകയും ചെയ്യും. 2 പേരുണ്ട് എങ്കിൽ അതും രേഖപ്പെടുത്തണം. അഥവാ രണ്ടാമതൊരു പേര് കൂടി ഉണ്ടെങ്കിൽ അത്. തുടർന്ന് ജനനത്തീയതി രേഖപ്പെടുത്താം. ജനനത്തീയതി രേഖപ്പെടുത്തുമ്പോൾ 18 വയസ്സ് പൂർത്തിയായ മാസവും വർഷവും കൂടി രേഖപ്പെടുത്തണം. ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം. ജനന സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതി. ബന്ധുവിന്റെ പേര് രേഖപ്പെടുത്തുന്ന സമയം വിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ ഭർത്താവിന്റെ പേരാണ് എഴുതേണ്ടത്. നിലവിലെ താമസ സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ കൂടി ചേർക്കുന്നതോടെ ഫോം 6 പൂരിപ്പിക്കൽ പൂർത്തിയായി. ഇനി പ്രവാസി വോട്ടർമാർക്ക് അവരുടെ വോട്ട് ചേർക്കുന്നതിനാണ് ഫോം 6A തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ അതാത് അസംബ്ലി മണ്ഡലത്തിലെ EROക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏത് സംസ്ഥാനത്തെ, ഏത് ജില്ലയിലെ, ഏത് മണ്ഡലത്തിലെ EROക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നത് വ്യക്തമായി എഴുതണം. അതിന് താഴെ മുൻകൂട്ടി പ്രിന്റ് ചെയ്ത ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ടാകുക മേൽപ്പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പ്രവാസിയായ തൻ്റെ പേര് ഉൾപ്പെടുത്തണമെന്നാണ്. ഇനി വിവരങ്ങൾ നൽകലാണ് അടുത്ത ഘട്ടം. ഫോമിന്റെ A ഭാഗമായ ഇവിടെ പേര് പൂർണ്ണമായും എഴുതുക. അഥവാ പേര് 2 പേരുണ്ടെങ്കിൽ അത് തരംതിരിച്ചെഴുതണം. ജനനത്തീയതി വർഷവും മാസവും ദിവസവും സഹിതം കൃത്യമായി എഴുതിയ ശേഷം ലിംഗം എഴുതണം. ജന്മസ്ഥലം, സംസ്ഥാനം, ജില്ല, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എന്നിങ്ങനെ തരംതിരിച്ചെഴുതണം. അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീയെങ്കിൽ ഭർത്താവിൻ്റെയോ പേര് പൂർണ്ണമായും എഴുതണം. ഇനി വേണ്ടത് വിലാസമാണ്. ഇന്ത്യയിൽ നിലവിലുള്ള വിലാസം, വീട്ടു നമ്പർ, പ്രദേശം, ഗ്രാമം, പട്ടണം, പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, താലൂക്ക്, ജില്ല എന്നിവ പൂർണ്ണമായും നൽകേണ്ടതുണ്ട്. തുടർന്ന് പാസ്പോർട്ട് വിശദാംശങ്ങളും. ഇതിൽ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം, തീയതി, കാലാവധി, തീയതി എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തി വിസ വിവരങ്ങളും, അതായത് വിസ നമ്പർ, ഏത് തരം വിസയാണ്, വിസ അടിച്ച തീയതി, കാലാവധി, ഏത് രാജ്യമാണോ വിസ അനുവദിച്ചത് എന്നിവയും പൂരിപ്പിച്ച് നൽകണം. ശേഷം എന്ത് കാരണത്താലാണ് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും എപ്പോൾ മുതലാണ് നാട്ടിൽ നിന്ന് പോയത് എന്നും രേഖപ്പെടുത്തി നിലവിലെ രാജ്യത്തെ താമസ സ്ഥലത്തെ വിലാസവും ഔദ്യോഗിക വിലാസവും രേഖപ്പെടുത്തി പ്രതിജ്ഞ ഒപ്പിടുന്നതോടെ ഈ പ്രക്രിയ പൂർത്തിയാകും. 2002ലെയോ 2025ലെയോ പട്ടികയിൽ പേരില്ലാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ആരുടെയും വോട്ട് നഷ്ടമാകില്ല എന്നും കരട് പട്ടിക വന്ന ശേഷം ഇപ്പറഞ്ഞ രീതിയിൽ അപേക്ഷിക്കാവുന്നതേയുള്ളൂവെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് സമ്മതിദാനാവകാശം നഷ്ടമാകാതെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്.